ഹലോ, ഇന്ന് മൈക്രോഫോൺസ് ആൻഡ് ലൗഡ് സ്പീക്കേഴ്സിൻ്റെ ഒരു MCQ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ പേര് ഷിജു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കണ്ടൻസർ മൈക്രോഫോൺസ് റിക്വയർ. അപ്പോൾ നമ്മളിവിടെ മൈക്രോഫോൺസിൽ മെയിനായിട്ട് കണ്ടൻസർ മൈക്രോഫോൺസിനെ കുറിച്ച് പഠിക്കും, റിബൺ മൈക്രോഫോൺസിനെ കുറിച്ച് പഠിക്കും, ഡൈനാമിക് മൈക്രോഫോൺസിനെ കുറിച്ചും പഠിക്കും. ഓക്കെ, അപ്പോൾ കണ്ടൻസർ മൈക്രോഫോൺ എന്താണെന്നൊന്ന് നോക്കാം. കണ്ടൻസർ മൈക്രോഫോൺ പറഞ്ഞാൽ എന്താ? അതിനകത്ത് കപ്പാസിറ്റർ ആണ് ഉപയോഗിക്കുക. കണ്ടൻസർ പറഞ്ഞാൽ കപ്പാസിറ്റർ ആണ്. പിന്നെ എന്തുണ്ടാവും? കണ്ടൻസർ പറഞ്ഞാൽ കപ്പാസിറ്റർ മൈക്രോഫോൺ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതിനകത്ത് ഫാൻറ്റം പവർ ആണ് ഉപയോഗിക്കുക. അതായത് എക്സ്റ്റേണൽ DC വോൾട്ടേജ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ ഫാൻറ്റം പവർ എന്നാണ് പറയുക. അതൊരു ഫാൻറ്റം സർക്യൂട്ടിലാണ് കൊടുക്കുക. അതൊക്കെ മൈക്രോഫോൺസിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഫാൻറ്റം സർക്യൂട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഫാൻറ്റം സർക്യൂട്ടിന് പവർ ചെയ്യുന്നത് ഫാൻറ്റം പവർ ആണ്, അത്രയേ ഉള്ളൂ. അത് എക്സ്റ്റേണൽ വോൾട്ടേജ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ കണ്ടൻസർ എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. കണ്ടൻസർ എന്താണ്? കപ്പാസിറ്റർ ആണ്. അതിനകത്ത് കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിളാണ് ഫാൻറ്റം പവർ ആണ് ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. കണ്ടൻസർ മൈക്രോഫോൺ അതാണ്. ഇനി റിബൺ മൈക്രോഫോൺസിൽ മാഗ്നറ്റുകൾ ഉപയോഗിക്കും നമ്മൾ. അതേപോലെ തന്നെ അത് റിബൺസ് ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റ്സ് ആണ് അവിടെ ഉപയോഗിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അവിടെ പ്രിൻസിപ്പിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടൻസർ മൈക്രോഫോൺസ് നോക്കാം. ഇറ്റ് റിക്വയർസ് പെർമനന്റ് മാഗ്നറ്റ്സ്. അല്ല, അത് ആവശ്യമുള്ളത് എവിടെയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ വരുന്ന റിബൺ മൈക്രോഫോൺസിലൊക്കെയാണ് കേട്ടോ. ഇലക്ട്രിക്കൽ പവർ, ഫാൻറ്റം പവർ. ഓക്കെ, അപ്പോൾ കണ്ടൻസർ മൈക്രോഫോൺസിൽ എന്താ വേണ്ടത്? ഇലക്ട്രിക്കൽ പവർ, ഫാൻറ്റം പവർ ആണ് അവിടെ വേണ്ടത്. കണ്ടൻസർ മൈക്രോഫോൺസ് യൂസ് കപ്പാസിറ്റർ ഓർ കണ്ടൻസർ പ്രിൻസിപ്പിൾ. ദേ റിക്വയർ എക്സ്റ്റേണൽ വോൾട്ടേജ്, ഫാൻറ്റം പവർ ടു മെയിൻറ്റെയിൻ കപ്പാസിറ്റർ പ്ലേറ്റ്സ് ചാർജ്. ഓക്കെ, അടുത്ത ചോദ്യം. റിബൺ മൈക്രോഫോൺസ് ഓപ്പറേറ്റ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ? അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കപ്പാസിറ്റീവ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ആരാണ്? കണ്ടൻസർ മൈക്രോഫോൺ ആണ്. അപ്പോൾ റിബൺ മൈക്രോഫോൺസ് എന്തിലാണ് വർക്ക് ചെയ്യുക? അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിളിലാണ് റിബൺ മൈക്രോഫോൺസ് വർക്ക് ചെയ്യുക. ബി ആണ് അവിടെ ഉത്തരം കേട്ടോ. ദേ ഹാവ് എ തിൻ മെറ്റൽ റിബൺ സസ്പെൻഡഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. സൗണ്ട് മൂവ്സ് എ റിബൺ ഇൻഡ്യൂസിങ് വോൾട്ടേജ് സിമിലർ ടു ഡൈനാമിക് ബൈക്സ് ബട്ട് വിത്ത് റിബൺ ഡയഫ്രം. റിബൺ ഡയഫ്രം ആണ് അവിടെ ഉപയോഗിക്കുക. റിബൺ പോലെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, റിബൺ പോലെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലാണ് അത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ മൈക്കാണ്. അപ്പോൾ സൗണ്ട് വരുമ്പോൾ റിബൺ മൂവ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്ന എന്താണ്? ട്രാൻസ്ഡക്ഷൻ ആണ്. ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോഫോൺ എന്താ ചെയ്യുക? മൈക്ക് എന്താ ചെയ്യുക? നമ്മുടെ സൗണ്ട് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് സേവ് ചെയ്യും. അപ്പോൾ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് ഇതൊക്കെ, മൈക്രോഫോൺസ് ഒക്കെ കേട്ടോ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റിബൺ മൈക്രോഫോൺ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. കണ്ടൻസർ മൈക്രോഫോൺസ് ഉപയോഗിക്കുന്നത് കപ്പാസിറ്റീവ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, കപ്പാസിറ്റീവ് പ്രിൻസിപ്പിൾ ആണ്. അടുത്ത ചോദ്യം. Which microphone type is most sensitive and used for studio recording? Sensitivity ഏറ്റവും കൂടുതൽ ഏതിനാണെന്നറിയോ? അത് കണ്ടൻസർ മൈക്രോഫോണാണ് കേട്ടോ. സ്റ്റുഡിയോ റെക്കോർഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടൻസർ മൈക്രോഫോൺസ് ആണ്. ഓക്കെ, അപ്പോൾ കണ്ടൻസർ മൈക്രോഫോൺസ് ഹാവ് ഹൈ സെൻസിറ്റിവിറ്റി ആൻഡ് വൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ്, മേക്കിംഗ് ദം ഐഡിയൽ ഫോർ സ്റ്റുഡിയോ ആൻഡ് പ്രൊഫഷണൽ ഓഡിയോ റെക്കോർഡിംഗ്. പ്രൊഫഷണൽ ഓഡിയോ റെക്കോർഡിങ്ങിലും സ്റ്റുഡിയോ റെക്കോർഡിങ്ങിലൊക്കെ കണ്ടൻസർ മൈക്രോഫോൺസ് ആണ് ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ. ഓക്കെ, അടുത്ത ചോദ്യം. മൈക്രോഫോൺസ് ഫ്രീക്വൻസി റെസ്പോൺസ് ഡിറ്റർമൈൻസ്. മൈക്രോഫോണിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു സാധനത്തിൻ്റെയും ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഫ്രീക്വൻസി ഉണ്ടാവും, ഇവിടെ ഗെയിൻ ഇൻ dB ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി റേഞ്ചിൽ, ഓക്കെ, ഈ ഫ്രീക്വൻസി റേഞ്ചിൽ നല്ലോണം അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഗെയിൻ ഉണ്ട്, അപ്പം മര്യാദയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ ഈ ലോ ഫ്രീക്വൻസി റേഞ്ചിൽ, ഈ ഫ്രീക്വൻസി റേഞ്ചിലും ഹൈ ഫ്രീക്വൻസി റേഞ്ചിലും ഗെയിൻ കുറവാണ് എന്ന് വെച്ചാൽ അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇങ്ങനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഇറ്റ് ക്യാൻ റീപ്രൊഡ്യൂസ് അക്യുറേറ്റ്ലി. Okay, that is called the frequency response. It specifies a range of audio frequencies that a microphone can capture effectively. അതിനെയാണ് മൈക്രോഫോണിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓഡിയോ ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 20 Hz to 20 kHz ആണ് കേട്ടോ. നമുക്ക് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസീസ് 20 Hz to 20 kHz ആണ്. അത് മൈക്ക് അബ്സോർബ് ചെയ്ത് ക്യാപ്ചർ ചെയ്തിട്ട് ലൗഡ് സ്പീക്കർ വഴി പ്രൊഡ്യൂസ് ചെയ്താൽ പോരെ. അതിന് മുകളിൽ ശബ്ദം വന്നാലും ആ ഫ്രീക്വൻസിയുടെ താഴെ ശബ്ദം വന്നാലും നമുക്ക് കേൾക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള എത്ര റേഞ്ചാണ് ഇതിന് മര്യാദയ്ക്ക് ക്യാപ്ചർ ചെയ്ത് ഇഫക്റ്റീവ്ലി ക്യാപ്ചർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. ദ മെയിൻ കോമ്പണൻസ് ഓഫ് എ ലൗഡ് സ്പീക്കർ ആർ. ഒരു ലൗഡ് സ്പീക്കറിൽ എന്തൊക്കെയുണ്ടാവും?
ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. അതോടുകൂടി നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. ആക്ച്വലി ഒരു ലൗഡ് സ്പീക്കറിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നറിയോ? ഡയഫ്രം ഉണ്ടാവും, കോയിൽ ഉണ്ടാവും, മാഗ്നറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് മറക്കില്ല നിങ്ങൾ. ഇപ്പോൾ ലൗഡ് സ്പീക്കർ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ സംശയം വരില്ല, കോയിൽ റെസിസ്റ്റർ ഉണ്ടോ കപ്പാസിറ്റർ ഉണ്ടോ എന്നൊന്നും സംശയം വരില്ല പിന്നെ. ഓക്കെ, പിന്നെ മാഗ്നറ്റ് ഉണ്ടോ, മാഗ്നറ്റും ഡയഫ്രം ഉണ്ട്, റിബൺ ഉണ്ടോ എന്നൊക്കെ ഡൗട്ട് വരില്ല. ഓക്കെ, റിബൺ മൈക്രോഫോണിലാണ് റിബൺ ഉള്ളത് കേട്ടോ. പിന്നെ കാർബൺ, ഡയഫ്രം, കോയിൽ ഇതൊക്കെ ഉള്ളത്, കാർബൺ എന്ന് പറയുമ്പോൾ തന്നെ കാർബൺ മൈക്കിലാണ് അത് വരുന്നത്. ഡയഫ്രം കോയിലൊക്കെ വരുന്നതൊക്കെ കാർബൺ മൈക്കിലാണ്. ഡയഫ്രവും കോയിലും മാഗ്നറ്റും ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അത് കൂടാതെ എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കാം, വേഗം ഫിഗർ നോക്കാം. നോക്കൂ, ഒരു ലൗഡ് സ്പീക്കറിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഡയഫ്രം ഉണ്ടാവും. ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഈ കോണിക്കൽ സ്ട്രക്ചറിനെയാണ് ഡയഫ്രം എന്ന് പറയുന്നത് കേട്ടോ. വോയിസ് കോയിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ സ്പൈഡർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. അതൊരു ബ്ലാക്ക് കളർ കോയിൽ പോലത്തെ ഒരു സാധനം തന്നെയാണ്. ബോട്ടം പ്ലേറ്റ് ഉണ്ടാവും, മാഗ്നറ്റ് ഉണ്ടാവും, ടോപ്പ് പ്ലേറ്റ് ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റ് താഴെ മുകളിലായിട്ട് ബോട്ടം പ്ലേറ്റും ടോപ്പ് പ്ലേറ്റും ഉണ്ടാവും. ഒരു ഗ്യാസ്കറ്റ് ഉണ്ടാവും. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതൊക്കെ അതിനെ ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഡയഫ്രത്തിനെയും കോണിനെയൊക്കെ ശരിക്കും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ആരൊക്കെയാണ്? മാഗ്നറ്റും ഉണ്ടാവും. വർക്കിംഗ് പ്രിൻസിപ്പിളിൽ വേണ്ടത് ആരൊക്കെയാണ്? മാഗ്നറ്റും ഉണ്ട്, വോയിസ് കോയിലും ഉണ്ട്, ഡയഫ്രം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വോയിസ് കോയിലിൽ ഈ എന്താ പറയുക, ലൗഡ് സ്പീക്കർ ആണല്ലോ. ലൗഡ് സ്പീക്കറിനകത്ത് ഇലക്ട്രിക്കൽ സിഗ്നൽ വരുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുകയാണ് വേണ്ടത്. അപ്പോൾ ശബ്ദം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാഗ്നറ്റിൽ കറണ്ട് വരുമ്പോൾ ഈ വോയിസ് കോയിലിൽ ഒരു അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ആ മൂവ് ചെയ്യുമ്പോൾ ഈ എയർ പ്രഷർ ഉണ്ടല്ലോ, സൗണ്ടിൻ്റെ പ്രഷർ കാരണം റാരിഫാക്ഷൻസും കംപ്രഷൻസ് ആൻഡ് റാരിഫാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഈ ഡയഫ്രത്തിൽ കിടന്നിട്ട് എയർ അടിക്കാൻ തുടങ്ങും. എയർ അടിക്കുമ്പോഴാണ് ആ ഒരു ശബ്ദമായിട്ട് അത് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലായല്ലോ. മാഗ്നറ്റ്, വോയിസ് കോയിൽ, ഡയഫ്രം, കോണാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. അടുത്തത്, ഹോൺ ലൗഡ് സ്പീക്കേഴ്സ് ആർ യൂസ്ഡ് മെയിൻലി ഫോർ. ഹോൺ ലൗഡ് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, നമുക്കറിയാം ഹോൺ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അല്ലേ. കോളാമ്പി ലൗഡ് സ്പീക്കേഴ്സ് ഇല്ലേ, അതെന്തിനാ ഉപയോഗിക്കുക? നമ്മളിപ്പോൾ ആ ഒരു കോളാമ്പി ലൗഡ് സ്പീക്കർ നമ്മുടെ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ ഫുള്ള് നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ. അപ്പം നല്ല ലോങ് ഡിസ്റ്റൻസ് സൗണ്ട് പ്രൊപ്പഗേഷൻ അതിനുണ്ട് എന്ന് ഉറപ്പാണ്. അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ നമ്മളൊരു ലൗഡ് സ്പീക്കർ വെച്ചിട്ട് നമ്മൾ ശബ്ദത്തിൽ വെച്ച് പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 വീടപ്പുറം കേൾക്കുമായിരിക്കും, അതിനപ്പുറത്തേക്ക് കേൾക്കുമോ? ഇല്ല. അപ്പോൾ ഹോൺ ലൗഡ് സ്പീക്കേഴ്സിൽ നല്ലോണം ലോങ് ഡിസ്റ്റൻസ് സൗണ്ട് പ്രൊപ്പഗേഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ അതിന് നല്ല എഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹോൺ ലൗഡ് സ്പീക്കേഴ്സ് ആർ യൂസ്ഡ് മെയിൻലി ഫോർ ലോ ഫ്രീക്വൻസി അല്ല, ഹൈ എഫിഷ്യൻസി ആൻഡ് ലോങ് ഡിസ്റ്റൻസ് സൗണ്ട് പ്രൊപ്പഗേഷൻ. ഹോൺ ലൗഡ് സ്പീക്കേഴ്സ് ആംപ്ലിഫൈ സൗണ്ട് മെക്കാനിക്കലി ആൻഡ് യൂസ്ഡ് ഇൻ പബ്ലിക് അഡ്രസ് സിസ്റ്റംസ്. PA സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ നമ്മൾ ഹോൺ ലൗഡ് സ്പീക്കേഴ്സ് ആണ്. സ്റ്റേഡിയം, ഔട്ട്ഡോർ ഏരിയാസിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഹോൺ ലൗഡ് സ്പീക്കേഴ്സ് ആണ്. അടുത്ത ചോദ്യം, പീസോഇലക്ട്രിക് സ്പീക്കേഴ്സ് വർക്ക് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ? പീസോഇലക്ട്രിക് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാച്ചിൽ, ഫോണിൽ, മൊബൈൽ ഫോണിലൊക്കെയുള്ള സ്പീക്കേഴ്സാണ് ഈ പീസോ ഇലക്ട്രിക് സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്. അവിടെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് വെച്ചിട്ട്, എന്ന് വെച്ചാൽ വലിയ സാധനങ്ങളൊന്നും അതിനകത്ത് കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ, ആകെ ഫോൺ തന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്പീക്കറിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി വേറൊരു എക്സ്ട്രാ കോമ്പണൻറ്റ്, വേറെ മുഴച്ചിരിക്കുന്ന ഒരു കോമ്പണൻറ്റ് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളിൽ തന്നെ എംബഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ എന്തെങ്കിലും സാധനങ്ങളെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ആണ് അവിടെ വെക്കുക. ഓക്കെ, അപ്പോൾ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് കാരണമാണ് ഈ പീസോ ഇലക്ട്രിക് സ്പീക്കേഴ്സ് വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പീസോ ഇലക്ട്രിക് ഇഫക്റ്റിലാണ് പീസോ ഇലക്ട്രിക് സ്പീക്കേഴ്സ് വർക്ക് ചെയ്യുക. ദേ യൂസ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്. വോൾട്ടേജ് കോസസ് മെക്കാനിക്കൽ വൈബ്രേഷൻ പ്രൊഡ്യൂസിങ് സൗണ്ട് സ്യൂട്ടബിൾ ഫോർ ബസേഴ്സ് ആൻഡ് സ്മോൾ ഡിവൈസസ്. ബസേഴ്സിനും സ്മോൾ ഡിവൈസസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സൗണ്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസിൽ എന്താണ് സംഭവിക്കുക? വോൾട്ടേജ് എന്ത് ചെയ്യും? ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ ഉണ്ടാക്കും. ഓക്കെ, അതാണ് പീസോ ഇലക്ട്രിസിറ്റിയിൽ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ചെയ്യുന്ന പരിപാടി അതാണ്. ഓക്കെ, അടുത്തത്, which loudspeaker is suitable for low frequency bass reproduction? അപ്പോൾ ബാസ് ഉണ്ട്, നമുക്കറിയാം. ഡീപ്പ് ബാസ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോ ഫ്രീക്വൻസി സൗണ്ട്സിനെയാണ് ഡീപ്പ് ബാസ് സൗണ്ട്സ് എന്ന് പറയുന്നത്. ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 20 to 500 ഹേർട്സിലുള്ള സൗണ്ട്സ് ആണ്. അത് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? വൂഫേഴ്സ് ഉപയോഗിക്കുക. ഓക്കെ,
ട്വീറ്റേഴ്സ് എന്തിനാ ഉപയോഗിക്കുക? ട്വീറ്റേഴ്സ് ഹൈ ഫ്രീക്വൻസി സൗണ്ട്സിനാണ് ട്വീറ്റേഴ്സ് ഉപയോഗിക്കുക. ഇനി മിഡ് ഫ്രീക്വൻസി സൗണ്ടിന് എന്താണ് ഉപയോഗിക്കുക? മിഡ് റേഞ്ച് ആണ് ഉപയോഗിക്കുക. അപ്പോൾ വൂഫേഴ്സ് ആദ്യം വന്നു. വൂഫർ എന്ത് ചെയ്യും? ബാസ് ഓർക്കുക, ബാസ് എന്താണ്? ലോ ഫ്രീക്വൻസി 20 to 500 ഹേർട്സിലുള്ള ബാസ് ഉള്ള ശബ്ദം ഉണ്ടാക്കാനാണ്. ബാസ് ഉള്ള ശബ്ദം പുറത്തേക്ക് കൊണ്ടുവരാൻ, ലൗഡ് സ്പീക്കറിൽ വരാൻ വേണ്ടിയിട്ടാണ് വൂഫർ എന്ന് പറയുന്ന ലൗഡ് സ്പീക്കർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ട്വീറ്റേഴ്സ് എന്താണ് ഉപയോഗിക്കുക? ട്വീറ്റ് ചെയ്യാൻ. ട്വീറ്റ് എന്താണ്? ഹൈ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഹൈ ഫ്രീക്വൻസി സൗണ്ട്സ് ആണ്. ഇനി മിഡ് റേഞ്ച് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മിഡ് റേഞ്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മിഡ് ഫ്രീക്വൻസീസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ബാസിന് വേണ്ടി എന്താ ഉപയോഗിക്കുക? വൂഫറാണ് ഉപയോഗിക്കുക. അടുത്തത്, വിച്ച് മൈക്രോഫോൺ ലൗഡ് സ്പീക്കർ പെയർ ഇസ് കറക്റ്റ് ഫോർ PA സിസ്റ്റം? ഓക്കെ, പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിന് ഏറ്റവും നല്ലത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. PA സിസ്റ്റത്തിന് ഇവിടെ ഉള്ളതിൽ നമുക്ക് നോക്കാം. റിബൺ മൈക്രോഫോൺ ആൻഡ് പീസോ ഇലക്ട്രിക് സ്പീക്കർ. അത് രണ്ടും ശരിയാവില്ല. പീസോ ഇലക്ട്രിക് സ്പീക്കർ നമ്മൾ പഠിച്ചു, ചെറിയൊരു ക്വാർട്സ് ക്രിസ്റ്റലാണ്, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? അതിനകത്ത് വലിയതായിട്ട് ശബ്ദമൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൽ എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. ഡൈനാമിക് മൈക്രോഫോൺ ആൻഡ് ഡൈനാമിക് ലൗഡ് സ്പീക്കർ അത് പിന്നെയും പറ്റും കേട്ടോ. കണ്ടൻസർ മൈക്രോഫോൺ ആൻഡ് പീസോ ഇലക്ട്രിക് സ്പീക്കർ, ഇവർ ഈ പീസോ ഇലക്ട്രിക് സ്പീക്കർ വിട്ട് കളിക്കുന്നില്ല അല്ലേ, അതെന്തായാലും പറ്റില്ല. കാർബൺ മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പഴയകാല ടെലിഫോണുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഈ കാർബൺ മൈക്രോഫോൺ എന്ന് പറയുന്നത്. അതിപ്പോൾ ഉപയോഗിക്കാറൊന്നുമില്ല. കാർബൺ ഗ്രാന്യൂൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കാർബൺ ഗ്രാന്യൂൾസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ സൗണ്ട് പ്രഷർ വരുമ്പോൾ അതിലൊരു വോൾട്ടേജ് ചേഞ്ച് ഉണ്ടാവും, റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഒരു വോൾട്ടേജ് ചേഞ്ച് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കാർബൺ മൈക്രോഫോൺ വർക്ക് ചെയ്യുക. പക്ഷെ എന്നാലും അതിന് നമുക്ക് PA സിസ്റ്റത്തിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഹോൺ സ്പീക്കർ നല്ലതാണ്, പക്ഷെ ചെറിയ ശബ്ദം വന്നിട്ട് അതിനെ എത്രത്തോളം ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും ഹോൺ സ്പീക്കറിന്? അത് പറ്റില്ല. അപ്പോൾ ഡൈനാമിക് മൈക്രോഫോണും ഡൈനാമിക് ലൗഡ് സ്പീക്കറുമാണ്. B ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൽ റഗ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ റഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈ SPL ഹാൻഡ്ലിംഗ് ഉള്ള, SPL എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് പ്രഷർ ലെവൽ ഹാൻഡ്ലിംഗ് ഉള്ള ഡൈനാമിക് മൈക്രോഫോൺസും ലൗഡ് സ്പീക്കേഴ്സും ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, ഇംപിഡൻസ് മാച്ചിങ് ഇൻ മൈക്രോഫോൺസ് ആൻഡ് ലൗഡ് സ്പീക്കേഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ. ഇംപിഡൻസ് മാച്ചിങ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? മൈക്രോഫോണിന് നേരെ ലൗഡ് സ്പീക്കറിലേക്ക് എടുത്ത് കണക്ട് ചെയ്യല്ല, അതിനിടയിൽ ഒരു ഇംപിഡൻസ് മാച്ചിങ് നെറ്റ്വർക്ക് നമ്മൾ എടുത്ത് കൊടുക്കും. എന്തിനാണ് അത്? അത് മാക്സിമം പവർ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമം പെർഫോമൻസ് വരണമെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ അവിടെ നടക്കണം. മൈക്കിൽ നിന്ന് പോകുന്നത് മാക്സിമം പവറിൽ ലൗഡ് സ്പീക്കറിൽ വരണം, എന്നിട്ട് അവിടെ നിന്ന് നല്ലോണം ആംപ്ലിഫൈ ചെയ്തിട്ട് പുറത്തേക്ക് വരണം അല്ലേ, എന്നാലൊക്കെ അല്ലേ നമുക്ക് മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റുള്ളൂ പറയുന്നത്. അപ്പം മാക്സിമം പവർ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് ഇംപിഡൻസ് മാച്ചിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. റെഡ്യൂസിങ് സൈസ് അല്ല, റെഡ്യൂസിങ് ഫ്രീക്വൻസി റെസ്പോൺസ് അല്ല, വോൾട്ടേജ് റെഗുലേഷനും അല്ല. ഇംപിഡൻസ് മാച്ചിങ് എൻഷുവേഴ്സ് മാക്സിമം സിഗ്നൽ ട്രാൻസ്ഫർ ബിറ്റ്വീൻ സോഴ്സ്, ആംപ്ലിഫയർ ആൻഡ് സ്പീക്കർ ഫോർ ഒപ്റ്റിമം പെർഫോമൻസ്. ഓക്കെ, അടുത്ത ചോദ്യം, which microphone is best for recording delicate acoustic instruments? Okay, delicate ആയിട്ടുള്ള acoustic instruments, delicate soundsനൊക്കെ ഏറ്റവും പറ്റിയത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിന് റിബൺ മൈക്രോഫോൺ ആണ് ഏറ്റവും നല്ലത് കേട്ടോ. റിബൺ മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഓക്കെ, അതിന് ഡെലിക്കേറ്റ് സൗണ്ട്സും ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻസിന്, വോക്കൽസിനൊക്കെ നമ്മൾ റിബൺ മൈക്രോഫോൺസ് യൂസ് ചെയ്താൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ റിബൺ മൈക്രോഫോൺസിനാണ് സ്മൂത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് ഉള്ളത്. ഇറ്റ് ക്യാൻ ക്യാപ്ചർ ഡെലിക്കേറ്റ് സൗണ്ട്സ്. ഓക്കെ, അടുത്തത്, ട്വീറ്റർ ലൗഡ് സ്പീക്കേഴ്സ് ആർ ഡിസൈൻ ഫോർ. അപ്പോൾ ട്വീറ്റേഴ്സ് നമ്മൾ പഠിച്ചു ഹൈ ഫ്രീക്വൻസി സൗണ്ട്സിനാണ്. ഹൈ ഫ്രീക്വൻസി സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 kHz മുതൽ 20 kHz വരെ കേട്ടോ. അപ്പോൾ 2 kHz വരെ 20 kHz വരെയുള്ള ഹൈ ഫ്രീക്വൻസി സൗണ്ട്സ് റിപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്വീറ്റർ ലൗഡ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നത്. അടുത്തത്, വിച്ച് മൈക്രോഫോൺ ടൈപ്പ് ഇസ് ബൈ ഡയറക്ഷണൽ? അതായത് മൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സൗണ്ട് പിക്ക് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് റിബൺ മൈക്രോഫോൺ ആണ്, ബൈ ഡയറക്ഷണലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇറ്റ് ഇസ് ബൈ ഡയറക്ഷൻ, ഇറ്റ് പിക്സ് സൗണ്ട്സ് ഫ്രം ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ലൗഡ് സ്പീക്കർ ഹാസ് എ ഹയസ്റ്റ് എഫിഷ്യൻസി? ഇവിടെ ഹയസ്റ്റ് എഫിഷ്യൻസി ഉള്ളത് ഏതിനാണ്? അപ്പം നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഏറ്റവും കൂടുതൽ സൗണ്ട് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് സൗണ്ട് കൊണ്ടുപോകുന്നത്, ഏറ്റവും എഫിഷ്യൻസി ഒക്കെ ഉള്ളത് ആർക്കാണെന്നാണ് കണ്ടത്? ഹോണിനാണെന്നാണ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഹോൺ ഷേപ്പ് ഇറ്റ് മെക്കാനിക്കലി ആംപ്ലിഫൈസ് ദ സൗണ്ട്. ഹോൺ ഷേപ്പും ആണല്ലോ, അപ്പോൾ അത് മെക്കാനിക്കലി ആംപ്ലിഫൈ ചെയ്യും കേട്ടോ, സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യും കൂടെ ചെയ്യും. അപ്പോൾ നല്ല എഫിഷ്യൻസി ഉണ്ട് അതിന്. അടുത്ത ചോദ്യം,
മാക്സിമം പവർ ഹാൻഡ്ലിംഗ് ഓഫ് എ ലൗഡ് സ്പീക്കർ ഇസ് ഡിറ്റർമൈൻഡ് ബൈ. മാക്സിമം പവർ ഹാൻഡ്ലിംഗ് ആരാണ് ഡിറ്റർമിൻ ചെയ്യുക? വോയിസ് കോയിൽ ഉണ്ട്, മാഗ്നറ്റ് ഉണ്ട്, ഡയഫ്രം ഉണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചു കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയായിരിക്കും പവർ ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളത്? അതിൽ വോയിസ് കോയിലും മാഗ്നറ്റും ആണ് പവർ ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഡയഫ്രം എന്താണ്? ഡയഫ്രം എന്ന് പറഞ്ഞാൽ ആ കോണിനെ പറയണ പേരാ. ഓക്കെ, അവിടെ പവർ ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കാര്യം വരുന്നില്ല. വോയിസ് കോയിലിൽ മാഗ്നറ്റിൽ വരുന്ന കറണ്ട് വോയിസ് കോയിലിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഡയഫ്രത്തിൽ ഒരു സൗണ്ട് പ്രഷർ ലെവൽ വരികയൊക്കെയാണ് അവിടെ ചെയ്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാക്സിമം പവർ ഹാൻഡ്ലിംഗ് ഡിറ്റർമിൻ ചെയ്യുന്നത് വോയിസ് കോയിലും മാഗ്നറ്റ് സൈസും കൂടെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ക്രോസ് ഓവർ ഇൻ ലൗഡ് സ്പീക്കേഴ്സ് ഇസ് യൂസ്ഡ് ഫോർ. ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പല ഫ്രീക്വൻസീസിലുള്ള ശബ്ദങ്ങൾ വരില്ലേ ഈ ലൗഡ് സ്പീക്കറിൽ. അപ്പോൾ ഇപ്പോൾ ഹൈ ഫ്രീക്വൻസി വരുന്നു, ഹൈ ഫ്രീക്വൻസി വരുമ്പോൾ ദേ ട്വിറ്ററിലേക്ക് പോട്ടെ. ലോ ഫ്രീക്വൻസി സൗണ്ട് വരുന്നു, അപ്പോൾ വൂഫറിലേക്ക് പോട്ടെ. അപ്പോൾ ബാസ് വരുന്നു, അത് വൂഫറിലേക്ക് പോട്ടെ. മിഡ് റേഞ്ച് ഫ്രീക്വൻസീസ് വരുന്നു, മിഡ് റേഞ്ചിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഓരോന്നിലേക്ക് ചാനൽ ചെയ്ത് ഡിവൈഡ് ചെയ്ത് വിടുന്നതിനെയാണ് ഈ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രോസ് ഓവർ ഇൻ ലൗഡ് സ്പീക്കേഴ്സ് ഇസ് യൂസ്ഡ് ഫോർ ഡിവൈഡിങ് ഫ്രീക്വൻസി റേഞ്ചസ് ഫോർ വൂഫർ, mid-range and tweeter. Okay, so B is the right answer. അടുത്ത ചോദ്യം, സെൻസിറ്റിവിറ്റി ഓഫ് എ ലൗഡ് സ്പീക്കർ ഇസ് മെഷേർഡ് ഇൻ. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഓക്കെ, വാട്ട്സിലല്ല സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യാം, ഓംസിലുമല്ല, വോൾട്ടിലുമല്ല. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ dBSPL. SPL എന്ന് പറഞ്ഞാൽ സൗണ്ട് പ്രഷർ ലെവൽ per 1 watt at 1 meter. Okay, so sensitivity is measured in dBSPL per 1 watt at 1 meter. Okay, ഇത് മനസ്സിലായല്ലോ. നമുക്ക് ഒന്ന് ഫോർമുലയും കൂടെ നോക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ സ്പീക്കർ സെൻസിറ്റിവിറ്റി എന്താന്ന് നോക്കുകയാണ്. സ്പീക്കർ സെൻസിറ്റിവിറ്റി പറഞ്ഞാൽ ഹൗ എഫിഷ്യൻ്റ്ലി എ സ്പീക്കർ ടേൺസ് ആംപ്ലിഫയർ പവർ ഇൻ ടു സൗണ്ട് എക്സ്പ്രസ്ഡ് ആസ് ഡെസിബൽ dB at 1 meter with 1 watt of power. ഓക്കെ, അതായത് ഹയർ നമ്പർ ആണെന്ന് വെച്ചാൽ ലൗഡർ സൗണ്ട് വിത്ത് ലെസ് പവർ, അതായത് ഗ്രേറ്റ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഗ്രേറ്റ് ഫോർ സ്മോളർ ആംപിയേഴ്സ് ഓർ ബിഗ് സ്പേസസ്. ഓക്കെ, അപ്പോൾ കുറച്ച് പവറിൽ നല്ല ശബ്ദം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയൊരു നമ്പർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, സ്പീക്കർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്പീക്കർ സെൻസിറ്റിവിറ്റി ചെറിയൊരു നമ്പർ ആണെങ്കിലോ എന്ന് വെച്ചാൽ കുറേ പവർ വേണം, നല്ല ശബ്ദം ഉണ്ടാവാൻ നല്ലോണം പവർ വേണം എന്നാണ് അതിനർത്ഥം. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് സീബ്രോണിക്സിൻ്റെ ഒരു മൈക്കാണ് കേട്ടോ. ഇത് ഒരു കണ്ടൻസർ മൈക്കാണ്. ഇതിന് ഒമ്നി ഡയറക്ഷണൽ പിക്കപ്പ് ഉണ്ട്. ഒമ്നി ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ചുറ്റുവട്ടവും റേഡിയേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെയാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞാലും ഒക്കെ ഒമ്നി ഡയറക്ഷനിൽ പിക്കപ്പ് ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പൊ ഇതൊരു കണ്ടൻസർ മൈക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അതിനകത്ത് ഒരു കപ്പാസിറ്റർ ഒക്കെയാണ്, കപ്പാസിറ്റീവ് ഓപ്പറേഷനാണ് അത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് SPL ഡിപ്പെൻസ് ഓൺ. SPL എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? SPL എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് പ്രഷർ ലെവൽ. അത് സ്പീക്കറിന്റെ സെൻസിറ്റിവിറ്റിനെയും ഇൻപുട്ട് പവറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. നമ്മളിപ്പോൾ പഠിച്ചില്ലേ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പഠിച്ചത്? dBSPL per power at 1 meter എന്നല്ലേ പഠിച്ചത്. അപ്പോൾ സ്പീക്കർ സെൻസിറ്റിവിറ്റി ഇൻപുട്ട് പവറിനെയാണ് SPL ഡിപ്പെൻഡ് ചെയ്യുക. A ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം കേട്ടോ. അപ്പോൾ A ആണ്. അടുത്ത ചോദ്യം, വിച്ച് ലൗഡ് സ്പീക്കർ ഇസ് യൂസ്ഡ് ഇൻ കോമ്പാക്ട് മൊബൈൽ ഡിവൈസസ്? മൊബൈൽ ഡിവൈസസിൽ ഏതാണ് ഉപയോഗിക്കുക? നമ്മളിപ്പോൾ പറഞ്ഞു അത് പീസോ ഇലക്ട്രിക് ആയിട്ടുള്ള ലൗഡ് സ്പീക്കേഴ്സ് ആണ് അവിടെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. പീസോ ഇലക്ട്രിക് ലൗഡ് സ്പീക്കേഴ്സ് ആർ യൂസ്ഡ് ഇൻ കോമ്പാക്ട് മൊബൈൽ ഡിവൈസസ്. അടുത്ത ചോദ്യം, ടിപ്പിക്കൽ MP3 കംപ്രഷൻ റേഷ്യോസ്. MP3 കംപ്രഷൻ റേഷ്യോ എത്രയാണ്? ടിപ്പിക്കൽ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 5:1 മുതൽ 12:1 വരെ കംപ്രസ് ചെയ്യും. അതായത് MP3 എന്ന് പറഞ്ഞാൽ എന്താണ്? MPEG എന്ന് കേട്ടിട്ടുണ്ടോ? മൂവിങ് പിക്ചർ എക്സ്പേർട്സ് ഗ്രൂപ്പ് എന്ന് പറയും. അതൊരു സ്റ്റാൻഡേർഡ് ആണ് ഈ വോയിസിൻ്റെയൊക്കെ ഓഡിയോ ഫയൽസിൻ്റെയൊക്കെ. അപ്പം അതിൻ്റെ 3 സ്റ്റാൻഡേർഡ് ആണ്. ഇറ്റ് ക്യാൻ കംപ്രസ് ഓഡിയോ ഫയൽസ് ടു അബൌട്ട് 1/10 ഓഫ് ദി ഒറിജിനൽ സൈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ബിറ്റ് റേറ്റ്. 1/10 വരെയായിട്ട് അതിൻ്റെ ഒറിജിനൽ സൈസിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബിറ്റ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പോൾ 1/10 എന്ന് പറയുമ്പോൾ എന്താണ്? 10:1 ആയിട്ട് അതിനെ കംപ്രസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ 5:1 മുതൽ 12:1 വരെയാണ് അതിൻ്റെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള നമ്മൾ വാല്യൂ പറയാറുള്ളത് കേട്ടോ, കംപ്രഷൻ റേഷ്യോൻ്റെ. അടുത്തത്,
വിച്ച് സൈക്കോ അക്കോസ്റ്റിക് പ്രിൻസിപ്പിൾ ഇസ് യൂസ്ഡ് ഇൻ MP3 കംപ്രഷൻ? കംപ്രഷനിൽ ഏത് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുക? അതായത് നമുക്ക് വലിയ ശബ്ദങ്ങൾ വരുമ്പോൾ, ഭയങ്കര വലിയ വലിയ ശബ്ദങ്ങൾ വരുമ്പോൾ അടുത്തുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാനേ പറ്റില്ല. നമ്മളൊരു ഗാനമേളയ്ക്ക് പോയി എന്നിരിക്കുക, ഭയങ്കര ശബ്ദത്തിൽ അവിടെ പാട്ടും കൂത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ശബ്ദത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്നത് നമുക്ക് അവിടെ കേൾക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് ആ ശബ്ദങ്ങളുണ്ടല്ലോ, ഈ ചെറിയ ചെറിയ ശബ്ദങ്ങൾ, നമുക്ക് വലിയ ശബ്ദം വരുമ്പോൾ ചെറിയ ശബ്ദങ്ങൾ മാസ്ക് ആവുകയും ചെയ്യും. ഈ ആൾക്കാർ പറയുന്ന ഒന്നും കേൾക്കും കൂടി ഇല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ അല്ലേ. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം അതിനെയൊക്കെ എന്ത് ചെയ്യും? അതിനെയൊക്കെ മാസ്ക് ചെയ്യും. ആവശ്യമില്ലാത്ത ശബ്ദങ്ങളെ മാസ്ക് ചെയ്തിട്ട്, അപ്പോൾ ആ ശബ്ദങ്ങൾ പോയി കഴിഞ്ഞാൽ അത്രയും കൂടെ കംപ്രസ് ചെയ്യാമല്ലോ, ഫയൽ സൈസ് അത്രയും കുറയ്ക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അതും കൂടെ കംപ്രസ് ചെയ്തിട്ട് ആ മാസ്കിങ് എഫക്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുക. ഓക്കെ, MP3 റിമൂവ് സൗണ്ട്സ് ദാറ്റ് ആർ മാസ്ക്ഡ് ബൈ ലൗഡർ സൗണ്ട്സ് ദ ഹ്യൂമൻ ഇയർ കനോട്ട് പെർസീവ്. അപ്പോൾ അതിനെയാണ് മാസ്കിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതൊരു സൈക്കോ അക്കോസ്റ്റിക് പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. അപ്പോൾ MP3 കംപ്രഷൻ ഉപയോഗിക്കുന്ന സൈക്കോ അക്കോസ്റ്റിക് പ്രിൻസിപ്പിൾ ആണ് മാസ്കിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത്, സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് സിംഗിൾ ലെയർ DVD. സ്റ്റാൻഡേർഡ് സിംഗിൾ ലെയർ DVDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? 4.7 GB ആണ്. അപ്പോൾ DVD ഒക്കെ പണ്ട് വാങ്ങിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയുണ്ടാവും, 4.7 GB ആണ്. ഡുവൽ ലെയർ DVDയുടെ ആണെങ്കിൽ 8.5 GB ആണ് കേട്ടോ, ഡുവൽ ലെയറിൻ്റെ. ഇനി അടുത്ത ചോദ്യം, 23ാമത്തെ ചോദ്യം, DVD സ്റ്റോർ ഡാറ്റ യൂസിങ്. DVDസിൽ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക? അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ലേസർ റീഡിങ് വെച്ചിട്ടാണ്. ലേസർ വെച്ചിട്ട് കുറേ പിറ്റുകൾ ഉണ്ടാക്കും. പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുഴി പോലത്തെ ഒരു സംഭവം. ഇതിനകത്താണ് 0101 ഒക്കെ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ലാൻഡ് ഉണ്ടാവും. ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റല്ലാത്ത ഭാഗം. പിന്നെയും വേറെ പിറ്റുകൾ ഉണ്ടാക്കും, പിന്നെയും പിറ്റുകൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ കുറേ പിറ്റുകൾ വെച്ചിട്ടാണ്, പിറ്റും ലാൻഡും വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുക? ലേസർ ബീം ഈ സ്റ്റോർ ചെയ്യുക, ഡാറ്റ സ്റ്റോർ ചെയ്യുക. ലേസർ ബീം ഇങ്ങനെ കൊടുത്തിട്ട് ഈ പിറ്റുകൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ലേസർ ബീം അതിലേക്ക് അടിക്കുമ്പോൾ കുറേ പിറ്റ്സ് ഉണ്ടാക്കും. പിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ 0101 ഒക്കെ നമുക്ക് അതിൽ എംബെഡ് ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പോൾ A ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഇതൊന്ന് കളർ ഫോട്ടോയിൽ കാണിച്ചു തരട്ടെ. ഇതിങ്ങനെ ഇരിക്കും കേട്ടോ. അതായത് ലേസർ ബീം ദേ ഇവിടെ നിന്ന് വരുന്നു, എന്നിട്ട് ദേ ഇവിടെ വന്നിട്ട് ഈ പിറ്റുകൾ ഉണ്ടാവുന്നില്ലേ, ഈ പിറ്റുകളിലാണ് 0101 1000 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ ഡാറ്റ ആയിട്ട് സ്റ്റോർ ആവുക. ഓക്കെ, അപ്പോൾ പിറ്റ്സ്, അപ്പോൾ ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് CD ആണ് കേട്ടോ. അപ്പോൾ ഈ CDക്കകത്ത് പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് ആയിട്ടാണ് ലേസർ ബീം ഇത് സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, DVD സപ്പോർട്ട്സ് വിച്ച് ഓഡിയോ ഫോർമാറ്റ്സ്? DVDക്കകത്ത് ഏതൊക്കെ ഓഡിയോ ഫോർമാറ്റുകൾ പറ്റും? MP3 ഓൺലി ആണോ? അല്ല, ഡോൾബി ഡിജിറ്റൽ പറ്റും, PCM പറ്റും. PCM എന്ന് പറഞ്ഞാൽ എന്താണ്? പൾസ് കോഡ് മോഡുലേഷൻ പറ്റും. DTS പറ്റും. DTS എന്താണ്? ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റം. ഓക്കെ, DTS ഇഫക്റ്റ് ഉള്ള ശബ്ദം എന്നൊക്കെ പറയില്ലേ നമ്മൾ, രാഗം തിയേറ്ററിൽ അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ്, തൃശ്ശൂർ രാഗം തിയേറ്ററിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഡോൾബി ഡിജിറ്റൽ പറ്റും. ഡോൾബി ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആക്ച്വലി ഓഡിയോ കോഡക് 3 എന്ന് പറയും, അതിന് AC3 എന്ന് പറയും. ഡോൾബി ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ അതാണ്. PCM എന്ന് പറഞ്ഞാൽ പൾസ് കോഡ് മോഡുലേഷൻ, DTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ DVD സപ്പോർട്ട് ചെയ്യും കേട്ടോ. B ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. അവസാനത്തെ ചോദ്യം, ഡോൾബി ഡിജിറ്റൽ ഇസ് ഓൾസോ നോൺ ആസ്, ഇത് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറഞ്ഞു അല്ലേ, ഓഡിയോ കോഡക് 3 AC3 എന്ന് നമ്മൾ അതിനെ വിളിക്കും, ഡോൾബി ഡിജിറ്റലിനെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാതും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു മാരത്തോൺ MCQs ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്